ആര്യയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ആര്യ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എപ്പോഴും സന്തോഷവതിയാണ്. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതെ, എപ്പോഴും സന്തോഷിക്കുക എന്നുള്ളത് ഒന്നുകിൽ ഒരു ടെൻഷൻ കൂടെ ഉണ്ടാവും, ഒന്നുമില്ല, എന്തുണ്ടോ അതിൽ സന്തോഷിക്കുന്നു, ഇനി അങ്ങോട്ടുള്ളതും സന്തോഷം, പ്രതീക്ഷയിലും സന്തോഷം. അതൊരു പ്രത്യേകതയായിട്ട് പാട്ടുമായിട്ടേ വീട്ടിലാർക്കും ബന്ധമില്ല എന്ന് പറയുമ്പോ എങ്ങനെ പിന്നെ പാട്ടുമായിട്ടൊരു ബന്ധം വരുന്നത്? പാട്ട് കേൾക്കും ഒരുപാട്. അച്ഛൻ ഇങ്ങനെ പാട്ടുകൾ ഇങ്ങനെ സ്ഥിരമായി രാവിലെ പാട്ടിങ്ങനെ വെക്കാറുണ്ട്. ഇപ്പം റേഡിയോ വെച്ചിട്ടുണ്ട്. അമ്മ എന്നെ പ്രഗ്നന്റ് ആയ സമയത്ത് അച്ഛൻ പറയുന്നത് റേഡിയോ ഇങ്ങനെ അമ്മയുടെ വയറിന്റെ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പം ഐ തിങ്ക് ഹി ഓൾവേസ് വാണ്ടഡ് മീ ടു സിംഗ്. അതുകൊണ്ടായിരിക്കും മൂളാൻ തുടങ്ങിയപ്പോഴാണോ കർണാട്ടിക് പഠിപ്പിക്കാൻ വിട്ടത്? പഠിക്കാൻ, അതെ. പിന്നെ സ്കൂളിൽ സുമ എന്ന് പറഞ്ഞിട്ടുള്ള ടീച്ചർ, സുമാ മിസ് ആണ്. സുമാ മിസ് എന്നെ ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് പാട്ടുപാടി ആൾക്കാരെയൊക്കെ എങ്ങനെ സന്തോഷിപ്പിക്കുമല്ലോ. ആര്യക്ക് സ്വയം സന്തോഷം വരുന്ന നിമിഷം എനിക്ക് ഈ പാട്ടുപാടൽ ഏറ്റവും സന്തോഷം ഞാൻ പാട്ട് പാടുമ്പോൾ. ആരും കേൾക്കാനില്ലെങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ദാസേട്ടന്റെ 84 വർഷം പൂർത്തിയാക്കി 1000 പൂർണ്ണചന്ദ്രന്മാരെ എന്നാണ് പറയുന്നത്. നമ്മുടെ ഉണ്ണിസാറിന് വേണ്ടി നമുക്കൊരു ഡെഡിക്കേഷൻ കൊടുത്താലോ? ഉണ്ണിസാറിന് ഏറ്റവും ഇഷ്ടമുള്ള ദാസേട്ടന്റെ പാട്ട് ഹൃദയ സരസിലെ പാടട്ടെ? പാടട്ടെ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ, അർത്ഥനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ, ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. താങ്ക് യു. അതുപോലെ പല ഭാഷകളിൽ പാടും അല്ലെ? പല ഭാഷകൾ പഠിക്കാൻ ശ്രമിക്കുന്നു. ഉണ്ട്. കൊറിയൻ പാട്ടാണോ പാടിയത്? അല്ല, ഞാൻ മറ്റേ ഒരു ആപ്പ് ഉണ്ട് ഡിയോലിംഗോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതില് ചൈനീസ് പാട്ട് പ്രേക്ഷകൻ ഇത് കണ്ടോണ്ടിരുന്നിട്ടൊരു ആവശ്യം എനിക്ക് വാട്സാപ്പിൽ ആരാന്നറിയാത്? ആൻഡോ സാർ ഇട്ടിരിക്കുന്ന എന്താ അറിയോ, ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ആൻഡോ അഗസ്റ്റിനെ എനിക്കൊരു മെസ്സേജ് ഇട്ടിട്ട്, എനിക്കല്ല, റിപ്പോർട്ടർ എഡിറ്റോറിയൽ ഗ്രൂപ്പിലായിട്ടിരിക്കുന്നത്, ഞാൻ ഹാപ്പൻ ടു കണ്ടു എന്നുള്ളത് മാത്രമേ. ഞാനത് ചോദിക്കണമെന്ന് വിചാരിച്ചാൽ, ഈ കണ്ണോട് കാണുന്നതെല്ലാം അതിമനോഹരമായിട്ട് ആര്യ പാടിയിരിക്കുന്നത്. അത് ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്, അത് വീഡിയോ ആയിട്ട് തന്നെ കേട്ടു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടുമാണ്, അതിമനോഹരമായ പാട്ടാണ് റഹ്മാന്റെ കമ്പോസിങ്ങിൽ. അപ്പോൾ അതൊന്ന് ഡെഡിക്കേറ്റ് ചെയ്യാം. അത് എനിക്ക് തോന്നുന്നത് ആര്യയുടെ ഏറ്റവും പോപ്പുലറായ പിന്നെ വീഡിയോസിലൊന്നായിരിക്കും. 30 മില്യൺ കടന്നുപോയിട്ടുള്ള ഒരു വീഡിയോ. ഞാൻ കർണാട്ടിക് മ്യൂസിക് ആണ് പഠിച്ചത്. അപ്പം ഇരുന്ന് പാടുന്ന ശീലമാണ്, ചമ്മണം പടിഞ്ഞിരുന്ന് പാടുന്ന ശീലമാണ്. അപ്പൊ ആ ഷോനാണ് ആദ്യമായിട്ട്, കോവിഡ് കാലം കൂടെ ആയിരുന്നു, ഒരു മൈക്ക് മുന്നിൽ. അതെ അതെ അതെ, ഒരു 30ഓളം പേര് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, ഗസ്റ്റ്സ് ആയിട്ട് അങ്ങനെ വന്നിട്ടുള്ളവര്. എന്റെ ഫസ്റ്റ് ടിക്കറ്റഡ് ഷോയും കൂടെ ആയിരുന്നു അത്. അത് ലൈവ് ഓഡിയോ ആണ്. അതാണ് ഞാൻ ഈ തിരിയും അറേഞ്ച്, കാരണം എനിക്ക് മൈക്ക് ഹാൻഡിൽ ചെയ്യാൻ ആ സമയത്ത് അറിയില്ല. ആ സമയത്ത് നിതിൻ ചേട്ടനാണ് അവിടെ സൗണ്ട് എഞ്ചിനീയർ. ഹീസ് വൺ അമോങ് ദ ബിഗ്ഗസ്റ്റ്, എന്താ പറയാ, ഏറ്റവും വലിയൊരു സൗണ്ട് എഞ്ചിനീയറിംഗ് ലോകത്ത് തന്നെ വലിയൊരു പ്രത്യേക വ്യക്തിയാണ് നിതിൻ ചേട്ടൻ. അപ്പം നിതിൻ ചേട്ടനാണ് എന്നെ ആക്ച്വലി ആ ഒരു മൈക്ക് സ്റ്റാൻഡിൽ നിന്ന് മൈക്ക് കയ്യിലെടുക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നത് നിതിൻ ചേട്ടൻ. അതൊക്കെ ആ ഷോന്റെ ഭാഗമായിട്ട് ഹാപ്പൻ ചെയ്യണതാണ്. പക്ഷെ ആ ലൈൻസിനോടൊക്കെ തമിഴ് അറിയാവോ? തമിഴ് അറിയണമെന്നില്ല കേട്ടോ. ആ പാട്ട് അത്ര കമ്മ്യൂണിക്കേറ്റിംഗ് ആണ് ആ പാട്ട്. അല്ല, ആ വരികൾ വളരെ പ്രധാനമാണ്. കണ്ണോട് കാണുന്നതെല്ലാം തലൈവ കൺകൾക്ക് സ്വന്തം അല്ലെ, അങ്ങനെ വളരെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു പാട്ടാണ് അത്. പാടിക്കോളൂ. സഗസനി പനി പമ ഗമഗ സഗമ പമ പനി പമ പനി പമ ഗമപ സഗസനി പനി പമ ഗമഗ സഗമ തക്ക് 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 ധീം തക്ക് 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 ധീം തക്ക് 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 ധീം തക ജം തക്ക് 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 ധീം തക്ക് 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 ധീം തക്ക് 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 ധീം തക ജം തക്ക് 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 ധീം തക ജം. കണ്ണോട് കാൺവതെല്ലാം തലൈവா கண்களுக்கு சொந்தமில்லையே, கண்களுக்கு சொந்தமில்லையே, கண்ணோடு மணியானாயதனால் கண்ணை விட்டு பிரிவதில்லை, நீ
എന്നെ വിട്ട് പിരിവതില്ലയേ. തക്ക് 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 ധിം തക്ക് തക്ക് ധിം. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ? തക്കജം തക്ക് 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 ധിം തക്ക് 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 ധിം തക്ക് 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 ധിം തക്കജം തക്ക് 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 ധിം തക്ക് തക്ക് ധിം തക്ക് 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 ധിം തക്കജം തക്ക് 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 ധിം തക്ക് 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 ഇങ്ങനെ പോകും. ജോയിൻ ചെയ്തപ്പോൾ ഞാൻ ആലോചിക്കരുത് എന്ന് പറയുന്നത് അങ്ങനെയല്ല, നമ്മുടെ കൂട്ടത്തിൽ നന്നായി പാടുന്ന ഒരാളുണ്ട്. ഞാൻ കണ്ടു, ഞാനൊരു വീഡിയോ ഒക്കെ കണ്ടു. ഡാൻസും ഞങ്ങൾക്ക് നന്നായി വഴങ്ങും. ആര്യയിലേക്ക് ആ വീഡിയോ ആര്യ ഇരുത്തി നമുക്കൊന്ന് ബോറടിപ്പിച്ചാലോ? പാട്ടിന്റെ ഇടയ്ക്ക് അല്ല ആ ബോറല്ല പാട്ടിന്റെ ഇടയ്ക്ക് അതിന് നമ്മൾ നല്ല ബോറെന്ന് പാട്ടിന്റെ ഇടയ്ക്ക് ഒരു വാർത്ത. ആ പാട്ടൊന്ന് കാണിച്ചു തന്നാൽ അടിപൊളിയായിരിക്കും ചേച്ചി പാടുന്നത്. ഞാൻ കണ്ടു ആ വീഡിയോ. ഏത് വീഡിയോ പറയണേ? ചാത്തന്മാരെത്തിച്ചു. അതെ ചാത്തന്മാരെത്തി